വാതുക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളില് വന്ന് നീയാം കടല് പ്രിയനേ നീയാം കടല്. വാതുക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്. ഏയ് നിത്യ പാടുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. മാധവൻ തന്നെ നോക്കിയിരിക്കുന്ന കണ്ടോ? ആ ഒരു മാധവന്റെ എക്സ്പ്രഷനായി കണ്ടപ്പോ എന്താ തോന്നിയേ? അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ക്രഷാണ്. അപ്പം മാധവനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. ആ ഒരു ഇവൻറ്റിന് ഇങ്ങനെ മാധവൻ എല്ലാം കണ്ണിലിങ്ങനെ തപ്പി മാധവൻജി വന്നിരുന്നു. അപ്പോഴാണ് നമ്മൾ പാട്ടും തുടങ്ങിയത്. ആള് വന്നു തുടങ്ങാം. മൊത്തം നേരം ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അത് കാരണം സോ ചാമിങ്, സോ ഹാൻസം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി, ഒരു ഓറ, ടു ഗുഡ്. അപ്പോൾ എൻ്റെ പേടി തന്നെ, ഇനി ഞാൻ വാക്കുകൾ എന്തെങ്കിലും മറക്കുമോ, ഞാൻ എന്തെങ്കിലും അബദ്ധം എന്തെങ്കിലും കാണിക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ പിന്നെ പാട്ട് തുടങ്ങിയപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു പക്ഷേ എക്സ്പ്രഷൻ്റെ കാര്യം എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ. അത് വെച്ച് എക്സ്പ്രഷൻ കൂടുതൽ മുഖത്തിങ്ങനെ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ പാട്ട് ശരിയാവില്ല. അപ്പം അത് മനസ്സിൽ നിന്ന് വരുന്നതാണ് എക്സ്പ്രഷനും. അത് കുറയ്ക്കാനാണ് നെക്സ്റ്റ് ടൈം ഇൻഷാല്ലാ കുറയ്ക്കാം. ഓക്കെ, അപ്പം ഇതുപോലെ ഇനി ആരൊക്കെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ മുമ്പിൽ വന്നിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്? ഒരുപാട് പേരുണ്ടല്ലോ. AR റഹ്മാൻ, അർജിത് സിംഗ്, അതൊക്കെ എന്തായാലും ഉണ്ട്. അവരുടെ മുന്നിൽ നിന്ന് പാടച്ചവരും മുട്ടല്ല ഇടിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലേ? വലിയ വലിയ പാട്ടുകാരുടെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ വായിൽ നിന്ന് ശബ്ദം വരാത്ത അവസ്ഥ, തൊണ്ടയിൽ നിന്ന്. ഓഫ്കോഴ്സ് ശരത് സാർ, ചിത്ര ചേച്ചി ആദ്യമായിട്ട് ഞാൻ കാണുമ്പോൾ ഷോന് പാടാൻ നമ്മൾ പ്രാക്ടീസിൻ്റെ സമയത്താണ് ഞാൻ അവരെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ചിത്ര ചേച്ചി ഞാൻ മുമ്പ് ഓഫ്കോഴ്സ് ദൂരെ നിന്ന് അങ്ങനെ കാണാതെ അങ്ങനെ നേരിട്ട് അങ്ങനെ സംസാരിക്കാൻ ആ സമയത്ത് ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പ്രോഗ്രാമിൻ്റെ മുമ്പായിട്ട് നമ്മൾ പ്രാക്ടീസിന് ഇരിക്കുമ്പോൾ ആ ഒരു പേടി, കാരണം പെട്ടെന്ന് നമുക്ക് ചിത്ര ചേച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ നമ്മുടെ ഗോഡസാണ്, ഏഞ്ചലാണ്. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് കാരണം ഒന്നും പറയണം അറിയില്ല. എനിക്ക് അത് ചെറിയ പേടിയില്ല. ചിത്ര ചേച്ചി വിചാരിക്കുന്നുണ്ട് ഈ കുട്ടി ഒന്നും മിണ്ടാതെ ആരും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസസ്. ഇന്നിപ്പോൾ നമ്മുടെ റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ടൊക്കെ ഇരിക്കുമ്പോഴേ ഇന്ന് വന്ന് പാടുന്ന കൊച്ചു പിള്ളേർ പോലും പാടുന്നത് ഈ പറയുന്ന പഴയ പാട്ടുകളാണ്. അതെ അതെ അല്ലേ? അപ്പം ഈ ജഡ്ജായിട്ടിരിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് പറ. കാരണം ഈ ജഡ്ജസായിട്ടിരിക്കുന്ന ആൾക്കാർ പാട്ട് മാത്രം വിശകലനം ചെയ്താൽ പോരല്ലോ, അതിൻ്റെ കൂടെ ചെറിയ കമൻസ്, ചില മുഹൂർത്തങ്ങൾ, നർമ്മ മുഹൂർത്തങ്ങൾ, അങ്ങനെ എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ടാണ് ഇപ്പോഴത്തെ ഒരു ജഡ്ജിങ് പാനൽ. ജഡ്ജായ സമയത്ത് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ റിയാലിറ്റി ഷോ പ്രോഡക്റ്റ് അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ സിംഗേഴ്സും മിക്ക ഒരു റിയാലിറ്റി ഷോയിൽ അറ്റ്ലീസ്റ്റ് മുഖം കാണിച്ചിട്ടുള്ളവരാണ് മിക്ക ആൾക്കാരും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടുത്തെ ഗ്രൂമിങ് സെഷൻസ് ആണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിൽ. റിയാലിറ്റി ഷോയുടെ മെയിൻ എനിക്ക് നല്ല ഓർമ്മകൾ ആണ്. കാരണം എം ജി ശ്രീകുമാർ സാറിൻ്റെ പാട്ടുകളും അദ്ദേഹത്തിന് നേരിട്ട് ഇത്ര അടുത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാൻ പറ്റുക, അതൊക്കെ ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ച പോലെ കാര്യമാണ്. ശരത് സാറിൻ്റെ പാട്ടുകൾ ആൻഡ് കാരണം ശരത് സാർ ഓരോ പാട്ടിലെ ഡീറ്റെയിലിങ് എങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനും അവിടെ പഠിക്കണം, ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു പാട്ടിൽ. യെസ് അങ്ങനെ കാരണം അതിശയമായിപ്പോവും. നമ്മൾ ആദ്യം പാട്ട് പാടിയിട്ട് ഇപ്പം നീ ഹിമമഴയായി പാടി, അത് തിയേറ്ററിൽ വെച്ച് നമ്മൾ കേട്ടു. ആ മൊമെൻറ്റിൽ എന്താ തോന്നിയ? ഒരുപാട് ആഗ്രഹിച്ചാണ് പ്ലേബാക്ക് സിംഗർ ആവണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കവേഴ്സ് ചെയ്യാൻ തുടങ്ങിയതും ട്രാക്ക് പാടാനും തുടങ്ങിയപ്പം. മുമ്പ് ട്രാക്ക് ഇങ്ങനെ കുറേ പാടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓക്കെ സം മ്യൂസിക് ആർട്ടിസ്റ്റ് ഇങ്ങനെ പറയും ഓക്കെ എല്ലാം ഫൈനലൈസ്ഡാണ്. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പറയും അത് അവർക്ക് നിർബന്ധം ഈ സിംഗറിനെ പാടണം അങ്ങനെയൊക്കെ പറയും. ഓക്കെ കുഴപ്പമില്ല. അപ്പം അങ്ങനെ കുറേ ചാൻസസ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിയമമഴ തന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരെടുത്തും പറഞ്ഞു. അതാ ഞാൻ ആദ്യം ചോദിച്ചത്. ആദ്യം പറയലുണ്ടാവില്ല. കാരണം ആ ഒരു മേ ബി ആ ഒരു പക്ഷെ അതൊക്കെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
നമ്മൾ ആഘോഷിക്കേണ്ടതാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. ആഘോഷിക്കേണ്ടതാണ്. ഉം. അപ്പോൾ അഫ്കോഴ്സ് ഈ പാട്ട് ഇറങ്ങിയപ്പോൾ തിയേറ്ററിൽ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആൻഡ് നമ്മൾ ഫുൾ ക്രൂവിൻ്റെ കൂടെയാണ് കണ്ടത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെ തന്നെയാണ്. ഏറ്റവും വാശിയുള്ള അല്ലെങ്കിൽ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും ചില പെർട്ടിക്കുലർ കാര്യങ്ങളിലായിരിക്കും ഒരു വാശി പിടിക്കുന്നുണ്ടാവുക. കൈലാസ് മേനോനാണെങ്കിൽ എന്തിലാണ്? ഇറ്റ്സ് വെരി കൂൾ. പക്ഷെ ഏതൊരു വാക്ക് അങ്ങനെ തന്നെ കിട്ടണമെന്ന് പുള്ളിക്ക് വാക്ക് ഏതൊരു പാട്ട് സദാ കണ്ടോ? അതേതായിരുന്നു? നീഹിമ മഴയിലാണ്. ആ ഒരു ഫീൽ അത് തന്നെ വേണം എന്ന്. ആൻഡ് ഓഫ്കോഴ്സ് ഫീലിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു മ്യൂസിക് ഡയറക്ടറും കൂടിയാണ്. പാട്ട് കേൾക്കാനല്ലേ? നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടൂ, ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ, ശിലയായി നിന്നിടാം നിന്നെ നോക്കി, യുഗമേറെ എൻ്റെ കൺ ചെമ്മിടാതെ എൻ ജീവനേ. അതാണ് സദാ. അതാണ് ആ സദാ. ഓക്കെ, എം ജയേന്ദ്രനോ? വാശി ഈസ് ഓൾസോ വെരി സ്വീറ്റ്. ആ ഷോ അങ്ങനെയൊന്നുമില്ല. ആ പക്ഷെ മേ ബി ഞാൻ എപ്പോഴും തെറ്റിച്ചുകൊണ്ടിരുന്നൊരു സംഭവമുണ്ട്. ഉം. അത് എനിക്ക് എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു. എത്ര പ്രാവശ്യം പറഞ്ഞു തരും പാവം. ഹി വാസ് ഓൾവേസ് വെരി സ്വീറ്റ്. ഞാനെപ്പോഴും തെറ്റിക്കും കേട്ടോ, അത് വേറെ എപ്പോഴും ഐ വുഡൻ സേ. കാരണം അദ്ദേഹം പാടിത്തന്ന ബ്യൂട്ടിഫുള്ളി പാടിത്തന്നാണ് കേട്ടോ വാതിക്കൽ. എനിക്ക് ആ സമയത്ത് എന്നെ നേരിട്ടിങ്ങനെ പാടിത്തരുമ്പോൾ ഞാൻ ഇങ്ങനെ പക്ഷെ ഞാൻ പാടുമ്പോൾ എനിക്ക് ഇങ്ങനെ കൊള്ളില്ലല്ലോ, എനിക്ക് അങ്ങനെ തോന്നുമായിരുന്നു. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അദ്ദേഹം പാടിത്തരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും തെറ്റിക്കുന്നൊരു വാക്കായിരുന്നു നീയാം കടൽ. ആ ഒരു ഫീൽ, നീയാം കടൽ, ആ ഒരു. നമുക്കും ഈ ലിറിക്സ് ആണല്ലോ പാട്ടിന്റെ ഏറ്റവും വലിയ കാമ്പായിട്ടുള്ളൊരു സംഭവം. ലിറിക്സ് മറന്നു പോവുകയോ? ലിറിക്സ് എപ്പോഴും മറക്കും. അത് കുഴപ്പമില്ല. ഇന്നും പി ജയചന്ദ്രൻ എന്ന് പറയുന്ന ഇത്രയും വർഷങ്ങളായിട്ട് പാട്ട് പാടുന്ന അദ്ദേഹം ഒരു ചെറിയ ഡയറിയുടെ അകത്ത് എഴുതി വെച്ചിട്ടാണ് നടക്കുന്നത് എവിടെ പാടുമ്പോഴും. സോ അങ്ങനെ ലിറിക്സ് ചതിച്ച അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല? ബുക്ക് കാണാതായി പോവാ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് നല്ല മറവി ആയതുകൊണ്ട് ചിലപ്പോൾ ലിറിക്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പാട്ട് പാടുന്നത് മാത്രമല്ലാതെ ഇനി ഒരു മ്യൂസിക് ഡയറക്ഷൻ അവളെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. അതിലൊക്കെ പക്ഷെ അത്ര കഴിവില്ല. എനിക്ക് ആഗ്രഹിക്കാൻ ഇപ്പം ആർക്കാ പാടില്ലേ? ഓഫ്കോഴ്സ് ഒരുപാട് ആഗ്രഹമുണ്ട്. എനിക്ക് റെക്കോർഡിങ്സ് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ആ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് വിറ്റ്നസ് ചെയ്യാൻ ഒരുപാട്. കാരണം കൈലാസ് ചേട്ടൻ്റെ ആണെങ്കിലും എം ജി ചന്ദ്രൻ സാറിൻ്റെ ആണെങ്കിലും ഷാൻറോമാൻ സാറിൻ്റെ ആണെങ്കിലും അങ്ങനെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ കൺമുന്നിൽ തന്നെ പാട്ടുണ്ടാക്കുന്നു, ബാക്കി ഉണ്ടാക്കുന്നു. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വാവ് മൊമെൻറ്റ്. എനിക്ക് എപ്പോഴും അത് ഭയങ്കര ഹോളി എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം അതൊരു ദൈവികമായിട്ടുള്ളൊരു കഴിവാണ്. അപ്പം എന്നെങ്കിലും എനിക്ക് ആ ഒരു കഴിവുണ്ടാവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം അതിനകത്ത് നിത്യക്ക് സിനിമയിൽ നിന്നൊക്കെ ഓഫർ വന്നിട്ടുണ്ടോ? ആക്ടിങ് ഉണ്ട്, പക്ഷേ അഭിനയിക്കാനും കൂടെ അറിയണം, അതിനും കഴിവ് വേണം. വിനയം ചെറുപ്പം മുതലേ ഉള്ളതാണോ അതോ? അല്ല സീരിയസ്ലി വന്നിട്ടുണ്ടോ അങ്ങനെ ഒരു? വന്നിട്ടുണ്ട്. വേണ്ടെന്ന് വെച്ചിട്ടാ? വൈ? അഭിനയിക്കാൻ അറിയണം. ഒരു ട്രൈ ചെയ്ത ആൾക്കായിരുന്നില്ലേ? വിളിക്കുമ്പോൾ ഞാൻ പറയും, സാർ അതിൽ പാട്ടുണ്ടോ? ഹലോ ഹലോ സാർ, കട്ട് ചെയ്തു. ഒരു പാട്ട് തന്നാൽ മതി സാർ. ആദ്യം സാർ ഞാൻ നോക്കുന്നില്ല, അങ്ങനെ കഥ ഇങ്ങനെ കേൾക്കൂ, പിന്നെ നോക്കുന്നില്ല. അപ്പോൾ ഓക്കെ എന്ന് പറയും. അപ്പോൾ സാർ ഹലോ സാർ, സാർ പാട്ട് ഹലോ സാർ, അപ്പോൾ കട്ട് ചെയ്തു കഴിഞ്ഞു.